നമസ്കാർ, ഞാൻ ഹരിത. ഹിന്ദി വിത്ത് ഹരിത എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ധൂപ് ആ ഗയി എന്ന കവിതയിലെ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മൾ പഠിച്ച ധൂപ് ആ ഗയി എന്ന കവിതയിലുള്ള രണ്ടെണ്ണത്തിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കത് എന്താണെന്ന് നോക്കാം. ആദ്യത്തെ എന്താണ്? ഒരു മൊട്ടാണ്. രണ്ടാമത്തെ ഒരു പക്ഷിയാണ് അല്ലെ. അപ്പൊ മുകളിൽ എന്താ എഴുതിയിട്ടുള്ളത്? രംഗ് ഭരേ. രംഗ് എന്ന് പറഞ്ഞാൽ നിറം, കളർ എന്നാണ്. അപ്പോ ആ മൊട്ടിന്റെ താഴെ എന്താ എഴുതിയിട്ടുള്ളത്? യഹ് കലി ഹേ. യഹ് എന്ന് പറഞ്ഞാൽ ഇത്, കലി മൊട്ട്, ഇത് മൊട്ട് ആണ്. അതിന്റെ താഴെ ഒരു പക്ഷി ഉണ്ട് അല്ലെ. ഒരു പക്ഷി ഇങ്ങനെ കൊമ്പിലിരിക്കുന്ന ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. യഹ് ചിടിയാ ഹേ, ഇത് പക്ഷിയാണ് എന്നാണ്. അപ്പൊ നമ്മൾ ഇതിനെന്താണ് നിറം കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് 4 കളേഴ്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഈ ടെക്സ്റ്റിൽ ആകെ നമുക്ക് 4 കളേഴ്സിനും ഹിന്ദിയിൽ എന്താ പറയാന്ന് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും അതേപോലെ ഹിന്ദിയിൽ എങ്ങനെയാണത് വായിക്കുക എന്നുള്ളത് മലയാളത്തിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് നമുക്ക് വായിച്ചു നോക്കാം. നമുക്കിവിടെ 4 ചിത്രങ്ങൾ തന്നിട്ടുള്ളതില് ആദ്യത്തെ കളർ ഏതാണ്? ചുവപ്പാണ്, റെഡ് കളർ ആണ്. ചുവപ്പിന് ലാൽ എന്നാണ് ഹിന്ദിയിൽ പറയുക. അപ്പൊ താഴെയുള്ളത് നോക്കിയിട്ട് തെറ്റാതെ വായിക്കാം. രണ്ടാമത്തേത് എന്താണ്? പച്ചയാണ്, ഗ്രീൻ കളറാണ്. പച്ചയ്ക്ക് ഹര എന്നാണ് ഹിന്ദിയിൽ പറയുക. അടുത്ത കളറ് കറുപ്പാണ്, ബ്ലാക്ക് ആണ്. കറുപ്പിന് കാല എന്നാണ് പറയുക. നാലാമത്തെ അവസാനത്തെ കളറിന്റെ പേരെന്താണ്? നീല. ബ്ലൂ കളറിന് നീല എന്ന് തന്നെയാണ് ഹിന്ദിയിൽ പറയുക. നിങ്ങൾക്ക് ഇതുപോലെ എഴുതി തന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമന്റ് ഇടാൻ നിങ്ങൾ മറക്കരുതേ. അപ്പൊ നിങ്ങൾ ഇവിടെ തന്നിട്ടുള്ള ഈ 4 കളേഴ്സ് വെച്ചിട്ട് ഈ മൊട്ടും അതേപോലെ ഈ പക്ഷിയെ എന്ത് ചെയ്യണം? കളർ ചെയ്യണം. അപ്പൊ നിങ്ങൾ ഭംഗിയായിട്ട് 4 കളേഴ്സും ഉപയോഗിച്ച് മനോഹരായിട്ട് അത് കളർ ചെയ്യാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ചോദ്യം ശബ്ദ പെഹച്ചാനേം കവിതാമേം രേഖാങ്കിത് കരേം. താഴെ ബലൂണിനകത്ത് കൊടുത്തിട്ടുള്ള വാക്കുകള് തിരിച്ചറിഞ്ഞ് കവിതയിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടുപിടിച്ച് രേഖപ്പെടുത്തണം. അടിവരയിടാൻ, അണ്ടർലൈൻ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ 5 ബലൂണിനകത്തുള്ളത് വായിച്ചു നോക്കിയിട്ട് അത് മാർക്ക് ചെയ്യാം. ഇവിടെ 5 ബലൂണുകൾക്കുള്ളിലുള്ളത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. റെഡ് കളറിലുള്ള ബലൂണിന്റെ ഉള്ളില് കലിയാം എന്നാണ് എഴുതിയിട്ടുള്ളത്. കലിയാം എന്ന് പറഞ്ഞാൽ പൂമൊട്ട്. ആകാശ നീല കളറിലുള്ള ബലൂണിന്റെ ഉള്ളില് ഹവ. ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ്. പച്ച കളറിലുള്ള ബലൂണിന്റെ ഉള്ളില് ക്യാരി, പൂത്തടം എന്ന് എഴുതിയിട്ടുണ്ട്. മഞ്ഞ കളറിലുള്ള ബലൂണിന്റെ ഉള്ളില് ചിടിയാം, പക്ഷികൾ എന്നാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ ധൂപ്, അവസാനത്തേതില് ധൂപ്. ധൂപ് എന്ന് പറഞ്ഞാൽ വെയിൽ, സൂര്യപ്രകാശം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അപ്പൊ ആ റെഡ് കളറിന്റെ ഉള്ളില് കലിയാം എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കവിതയില് 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും വരിയിൽ എന്തെഴുതിയിട്ടുണ്ട്? കലിയാം എന്നുള്ള വാക്കുണ്ട്. കലിയാം പ്യാരി പ്യാരി മെഹക്കി, കലിയാം ക്യാരി ക്യാരി മെഹക്കി, കലിയാം ഇത്തിനി സാരി മെഹക്കി എന്ന് ഉണ്ട്. അപ്പൊ നമുക്കതൊന്ന് മാർക്ക് ചെയ്യാം. ഇതുപോലെ കലിയാം എന്നുള്ള വാക്ക് നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്ത് ചെയ്യുക? അടിവര ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി പച്ച നിറത്തിലുള്ള ബലൂണിന്റെ ഉള്ളിൽ എന്താ കൊടുത്തിട്ടുള്ളത്? ക്യാരി, പൂത്തടം എന്നാണ്. അതിന്റെ വരി എന്താണ്? അതിന്റെ താഴെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് കലിയാം ക്യാരി ക്യാരി മെഹക്കി. നമ്മുടെ 3ാമത്തെ വരിയിലുള്ള ക്യാരി എന്നുള്ള വേർഡ് ഇതേപോലെ അണ്ടർലൈൻ ചെയ്യാം. അടുത്ത ആകാശനീല കളറിലുള്ള ബലൂണിന്റെ ഉള്ളിൽ എന്താ എഴുതിയിട്ടുള്ളത്? ഹവ. ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ്. ഹവ ബെഹരഹി ഠണ്ഡി ഠണ്ഡി. അത് നമുക്ക് ടെക്സ്റ്റിലൊന്ന് മാർക്ക് ചെയ്യാം. നമ്മുടെ 5ാമത്തെ വരിയിലെ ആദ്യത്തെ വാക്കാണ് ഹവ എന്നുള്ളത്. അപ്പൊ അതും ഇതേപോലെ അടിവര ഇട്ട് കൊടുക്കുക. അവസാനത്തെ 2 ബലൂണുകൾ ഉള്ളതില് മഞ്ഞ കളറിലുള്ള ബലൂണിന്റെ ഉള്ളില് ചിടിയാം എന്നാണ് എഴുതിയിട്ടുള്ളത്, പക്ഷികൾ. അതിന്റെ വരി ഉടുത്തി ഉടുത്തി ആയി ചിടിയാം എന്നുള്ളതാണ്. അപ്പൊ ചിടിയാം എന്നുള്ളത് ഇതുപോലെ മാർക്ക് ചെയ്യുക. അവസാനത്തെ ബലൂണില് ധൂപ് എന്നാണ് എഴുതിയിട്ടുള്ളത്. വെയിൽ, സൂര്യപ്രകാശം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അപ്പൊ ആ കവിതയിലെ വരി ഏതാണ്? ധൂപ് ആ ഗയി സുബ സുബക്കി. നമ്മുടെ കവിതയിലെ ആദ്യത്തെ വരിയിലുള്ള ആദ്യത്തെ വാക്കാണ് ധൂപ് എന്നുള്ളത്. അപ്പൊ
അപ്പൊ ധൂപ്പ് എന്നുള്ളതിന്റെ അടിയിൽ ഇതേപോലെ അടിവര ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ഒക്കെ തരുന്നത് കവിതയിലെ ഓരോ വാക്കുകളും നിങ്ങൾ ഓർത്തിരിക്കാനും, അതേപോലെ ഇങ്ങനെ വാക്കുകൾ തരുമ്പോൾ അത് എവിടെയാണ്, എത്രാമത്തെ വരിയിലാണ്, എന്താണ് അതിന്റെ അർത്ഥം എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ രീതിയിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ തരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ എഴുതി തന്നിട്ടുള്ളത് പോലെ അത് നോക്കിയിട്ട് എഴുതിയിട്ട് മനസ്സിലാക്കുക. നമ്മുടെ ചാനലിൽ എല്ലാ ചാപ്റ്റേഴ്സും ഇതേപോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ അതെന്ത് ചെയ്യുക, പോയി കാണുക, എന്നിട്ട് നന്നായി പഠിക്കുക. അപ്പൊ എല്ലാ കുട്ടികൾക്കും ക്ലാസ് മനസ്സിലായി, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും അർത്ഥങ്ങളും എല്ലാതും മനസ്സിലാക്കിയിട്ട് പോവുക. കാരണം ഇതിൽ നിന്നൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരിക. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും അതേപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.